ലാലേട്ടന്റെ ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും എവിക്റ്റ് ആകുന്നത്? അപ്സരയോ ഋഷിയോ ആയിരിക്കുമോ? ഋഷി അപ്സരയും പോവുകയാണെങ്കിൽ അത് അൺഫെയർ അല്ലേ? അങ്ങനെ അനക്കാട്ടിയും കളിക്കാത്ത റിയലായിട്ട് നിൽക്കാതെ ഫേക്കായിട്ട് നിൽക്കുന്നതും കളിക്കാത്ത ആൾക്കാരുമായിട്ട് ഒരുപാട് പേരില്ലേ? എന്തായിരിക്കും ഇന്ന് ലാലേട്ടൻ സംസാരിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ട് ഉണ്ട്, ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഷൂട്ട്. അപ്പോൾ അത് മിക്കവാറും ഒരു 2 മണിയാകുമ്പോഴത്തേക്കും രാവിലത്തേത് സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിയും. 3 മണിക്ക് ശേഷം സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട്. അപ്പോൾ ഇന്ന് എവിക്ഷൻ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്, പ്രത്യേകിച്ച് അപ്സരയുടെ കാര്യത്തിൽ. അപ്സരയുടെ ഇഷ്യൂ പുറത്ത് നടക്കുന്നുണ്ട്. എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ? എവിക്ഷൻ്റെ കാര്യം അനിവാര്യമാണ്. കാര്യം 12 പേരാണ്, ആകെക്കൂടെ 3 ആഴ്ചയും കൂടിയുണ്ട്. ഈ 12 പേരിൽ കുറച്ച് പേരെ 2 പേരെങ്കിലും ഔട്ടാക്കിയില്ലെങ്കിൽ ഈ 12 പേരെയും കൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് പോകണം. അതിനകത്ത് കൂട്ട എവിക്ഷൻ നടത്തേണ്ടി വരും അടുത്ത ആഴ്ച. ഞാൻ അപ്സരയാണെങ്കിൽ ഋഷിയാണ്. ഇപ്പം പോളുകളിൽ ഇടുമ്പോഴത്തേക്കും അപ്സരയാണ് ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അപ്സര അവിടെ റിയൽ കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഈ അപ്സരയാണെങ്കിലും ഋഷിയാണെങ്കിലും ഇവർ 2 പേരും ശരിക്കുമുള്ള അവരവരായിട്ട് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ നെഗറ്റീവ്സ് കിട്ടുന്നത്. അപ്സര ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. അപ്സര ഗെയിമും കളിക്കുന്നുണ്ട്, ടാസ്ക് കളിക്കുന്നുണ്ട്, റിയലായിട്ടാണ് നിൽക്കുന്നത്. ഋഷി അങ്ങനെ തന്നെ റിയലായിട്ട്, റിയൽ വ്യക്തിത്വമാണ്. ഇതാണ് ഋഷി, ഇതാണ് ശരിക്കുള്ള ഋഷി. ഋഷി ഫേക്ക് ആയിട്ട് കഴിയുക പുള്ളിക്കാരൻ എന്താ പുള്ളിക്കാരൻ. അതാണ് നമുക്ക് ചില സമയത്ത് ഋഷീൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തത്. നമുക്ക് റിയലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ചില കാര്യങ്ങളും നമുക്ക് അവരുടെ ഇഷ്ടപ്പെടത്തില്ല, നെഗറ്റീവ്സ് അടിക്കും. കാര്യം അവർ റിയലാണ്. റിയലായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. ആർക്കും എല്ലാവരും 100% ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഫേക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെ നമുക്ക് കിട്ടത്തില്ല. അവരുടെ നെഗറ്റീവ് നമുക്ക് കിട്ടത്തില്ല. അവിടെയാണ് എല്ലാ കാര്യവും ഫുൾ വെള്ളപൂശി നിൽക്കുന്നുണ്ടേ നമുക്ക് കറക്റ്റ് നെഗറ്റീവ്സ് കിട്ടില്ല. കൂടുതലും പോസിറ്റീവ്, നല്ല ആൾ, നല്ല പയ്യൻ, നല്ല കുട്ടി, ഇങ്ങനെ രീതിയിലേ വരുള്ളൂ. വേറെ നെഗറ്റീവ്സ് ആയിട്ട് എടുത്തു പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇവിടെ പ്യുവറായിട്ട് ഫേക്കായിട്ട് നിൽക്കുന്ന ആരും ഇല്ല. ഗെയിം കളിക്കുന്നവരുണ്ട്, സ്വന്തം ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും എല്ലാവരും നോമിനേഷനിൽ വരണമായിരുന്നു ഇവിടെ, സത്യമായിട്ടും സത്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഋഷിയും അപ്സരയും അൺഫെയർ ആണ് ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിക്റ്റ് ആവുന്ന കാര്യം. പക്ഷേ എവിക്റ്റ് ആക്കിയേ പറ്റുള്ളൂ എന്തായാലും. അത് അവരായോണ്ടല്ല, 12 പേരുള്ളതുകൊണ്ടാണ്. വേറെ ഒന്നും വെച്ചാൽ ഇപ്പം ഋഷി അപ്സര ആയതുകൊണ്ടൊന്നും അല്ല. പക്ഷേ എവിക്റ്റ് ആയേ പറ്റേ ഉള്ളൂ. പക്ഷെ അവരാണ് വന്നതും താനും. കാര്യം അവർ ഓൾറെഡി നല്ല റിയലായിട്ട് നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ഒരു ഒടുക്കത്തെ പവർ റൂം കാരണവും ഈ നോമിനേഷൻസ് ഇങ്ങനെ വന്നത് കാരണവും എന്ത് ചെയ്യാനാണ്? അടുത്ത ആഴ്ചയെങ്കിലും എല്ലാവരും നോമിനേഷനിൽ വന്നാൽ മതിയായിരുന്നു സത്യമായിട്ടും. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വരാതെ ബാക്കിയുള്ളവർ വന്നിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഇതുവരെ നോമിനേഷനിൽ വരാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട് ഒന്ന് വെച്ച് ആലോചിക്കുമ്പോഴത്തേക്കും. ഒന്ന് ആലോചിക്കുമ്പോൾ പക്ഷേ വേറെ ഒന്ന് ആലോചിക്കുമ്പോൾ പോയേ പറ്റുള്ളൂ. കാര്യം ഇനി 3 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇവരെയൊക്കെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് എന്ത് കിട്ടാനാണ്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ എവിക്ഷൻ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കും എവിക്ഷൻ ഉണ്ടെങ്കിൽ. കാര്യം അപ്സരയും ഋഷിയാണ് ഏറ്റവും ബോട്ടമിൽ കിടക്കുന്നത്. അവരൊരിക്കലും വിചാരിക്കത്തില്ല. അവരുടെ മനസ്സിൽ അൻസിബ, ശ്രീതു, അതേപോലെ അൻസിബ, ശ്രീതു, അഭിഷേക്, ഈ 3 പേരുമാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഈ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പിക്കണം, അവരെ ഷോക്ക് അടുപ്പിക്കണം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു കണക്കൂട്ടലുകളാണ്. കളിക്കുന്നുമില്ല. വൈൽഡ് കാർഡുകൾ ഈ ഗെയിം കളഞ്ഞു വിളിച്ചു കേട്ടാ. വൈൽഡ് കാർഡുകൾ ഇടയിൽ കയറിയ ആൾക്കാർ അവർ കളിക്കുന്നുമില്ല, മറ്റുള്ളവരെ കളിപ്പിക്കുന്നുമില്ല. സത്യം. ഇവരില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരെങ്കിലും കളിച്ചു പോയേനെ. ബാക്കിയുള്ളവർ ജിൻഡോ, ജാസ്മിൻ, ഋഷി, അപ്സര, ഇവരൊക്കെ അർജുൻ, ശ്രീ, ഇവർ തമ്മിൽ കളിച്ചേനെ. കാര്യം ഒന്നും അറിയുന്നില്ലല്ലോ. ഇപ്പം അറിയുന്നത് ജിൻഡോ ടോപ്പ് 5 വരും. പിന്നെ ജിൻഡോയോട് ആരും മുട്ടാൻ നിൽക്കില്ല. ജാസ്മിൻ എന്തായാലും പുറത്ത് നെഗറ്റീവാണ്. അപ്പോൾ ആ രീതിയിൽ പോകും കളി. മനസ്സിലായോ? ഒരുപാട് അറിഞ്ഞാലും കുഴപ്പമാണ് പുറത്തെ കാര്യങ്ങൾ. ഒരുപാട് അറിഞ്ഞാലും ആ കളി മോശമാവും. ആവശ്യമുള്ളത് മാത്രമേ അറിയാവൂ. നമ്മുടെ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അവരറിഞ്ഞാലും കളിക്കും റിസ്ക് എടുത്ത്. ഇവിടെ ആരും കളിക്കത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പ്രശ്നം. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പം പുറത്ത് കട്ട നെഗറ്റീവ് ആണെങ്കിൽ ഒന്ന് പറയുക. ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ ഭയങ്കര നെഗറ്റീവായി, അവരുടെ ലൈഫിനെ ബാധിക്കും. ഒന്ന് പറയുക. അത് പറയണം ലാലേട്ടൻ. പറഞ്ഞില്ലെങ്കിലാണ് ഇത് പ്രശ്നം വരുന്നത്. പറയണം, അതൊക്കെ പറയുക. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് ആർക്കാണ് ഇത് വൈൽഡ് കാർഡുകൾ വന്നിട്ടാണ് ഇത് മൊത്തം കുളമാക്കിയത് ഈ സീസൺ. അതിനൊരു ഒരു പ്രോപ്പറായിട്ട് പോയ സീസൺ 4 വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. 5ഉം കണക്കാണ്. എല്ലാം അറിഞ്ഞ് ഇനി അറിയാനായിട്ട് എന്താ ബാക്കിയുള്ളത്? കിട്ടുന്ന വോട്ട് പോലും അറിഞ്ഞെന്നാണ് എനിക്ക് ഡൗട്ടുണ്ട്. സത്യം, അത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്. അത് കാരണം കോളമായി ആ സീസണും. ഇത് നല്ല സീസണാണ് കേട്ടോ. നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കളിക്കുന്നവരൊക്കെ പുറത്ത്, ബാക്കി കളിക്കാത്തവരൊക്കെ അകത്തും. 2-3 പേരുണ്ട് ബാക്കിയൊക്കെ. അതിനാണെങ്കിൽ കളിക്കണതുമില്ല.
ആ അവസ്ഥയിലായി. ലാലേട്ടൻ ഇന്ന് വരുമ്പോൾ 2-3 ദിവസത്തെ ഗെയിമുണ്ട്. മറ്റേ ബോണസ് ഋഷിക്ക് കിട്ടിയത് എന്തിനാണ്? അഭിഷേകിൻ്റെ നോറയുടെ ജയിൽവാസം അരമണിക്കൂർ അത് സ്പീച്ച് ഉണ്ടാവും മിക്കവാറും. ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കും മോള് പറഞ്ഞത് കറക്റ്റാണെന്ന്. പിന്നെ ജയിലിംഗ് ക്യാപ്റ്റൻസി ഡിസ്കഷൻ, കട്ടപ്പ ടാസ്ക്, പറപ്പിക്കൽ ടാസ്ക്. പിന്നെ അർജുന് മിക്കവാറും എന്തെങ്കിലും ലാലേട്ടൻ നല്ലത് പറയും. കാര്യം ഓവറോൾ നോക്കുമ്പോൾ ടാസ്ക് കൊണ്ടുപോയിരിക്കുന്നത് അർജുനാണ് ടാസ്കുകളൊക്കെ. പിന്നെ ബോണസ് ജോഡി അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതൊക്കെ തന്നെ ഉള്ളത്. പിന്നെ കൂടുതൽ കുറേ ഗെയിമൊക്കെ കളിക്കും, ക്യാപ്റ്റൻസി മത്സരം നടത്തും, ലാസ്റ്റ് ക്യാപ്റ്റൻ്റെ, ഇതൊക്കെ തന്നെയുള്ള. പിന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. നോമിനേഷൻ ഡിസ്കഷൻ, പെട്ടിയെടുക്കണത് ആരാണ്, ഇതൊക്കെ ചോദിക്കാൻ കിടക്കുന്നു. ആര് ചോദിക്കായി? കഴിഞ്ഞ ആഴ്ചയും ചോദിച്ചില്ലല്ലോ, ഈ ആഴ്ചയെങ്കിലും ചോദിക്കുമോ എന്തോ. ഈ നന്ദനയുടെ പെട്ടിയെടുക്കാൻ പോണത് നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്യുക, ബിഗ് ബോസ് റിവ്യൂ ചെയ്യുക അകത്തിരുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കൂ, പ്ലാനിങ് ചെയ്യുക, പ്ലോട്ടിങ് ചെയ്യുക, ക്യാപ്റ്റൻസി ഡിസ്കഷൻ, നോമിനേഷൻ ഡിസ്കഷൻ, ജയിൽ നോമിനേഷൻ ഡിസ്കഷൻ, ടോപ്പ് 5 ഡിസ്കഷൻ. ഇതൊക്കെ ഇവർ ചെയ്യണമെന്തിനാണ്? ഇവർക്ക് നമ്മളല്ലേ ചെയ്യേണ്ട പുറത്തിരുന്നിട്ട്? ഇവരെന്തിനകത്തിരുന്ന് ഇതൊക്കെ ചെയ്യണം? ഇവർ കളിച്ചാൽ പോരെ? കളിക്കുന്നവരകത്ത് പോയി കളിക്കുക. ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് നമ്മൾ പുറത്തിരുന്നിട്ട് നമ്മൾ പ്രേക്ഷകരും നമ്മളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യേണ്ടത് ഇതൊക്കെ. അതെന്താ അവരകത്തിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ്? കുറച്ചൊക്കെ പറയാം. ഇത് 24 മണിക്കൂർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ടോപ്പ് 5 ആരായിരിക്കും, ടോപ്പ് 6 ആയിരിക്കും. പേടിയുണ്ട്, അതാണ് സംഭവം. ടെൻഷനും ഉണ്ട്, നാണം കെട്ട് പുറത്തിറങ്ങേണ്ടി വന്നാലോ എന്നൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ടെൻഷൻ. ടോപ്പ് 5 ആരാണ്, ടോപ്പ് 6 ആരാണ്? അത് കാരണം ഇവിടെ ആരും കളിക്കുന്നത്, ഗെയിം തന്നെ നിന്നുപോയി. ഗെയിമെല്ലാം നിന്ന് സ്റ്റോപ്പാണ്. ഇവർ പറയുന്ന പോലെ ഗെയിം പോകണം. ഇവർ ഈ ഡിസ്കസ് ചെയ്യുന്ന നന്ദന പെട്ടിയെടുക്കുക, അത് കഴിഞ്ഞ് അടുത്ത ആൾ അൻസിബ ഔട്ടാവണം, അത് കഴിഞ്ഞ് ശ്രീതു പോട്ടെ, അത് കഴിഞ്ഞ് അഭിഷേക് പോട്ടെ, ഇങ്ങനെ അങ്ങ് ഡിസ്കസ് ചെയ്ത് വെക്കുകയാണ്. എനിക്കറിയത്തില്ല, വേറെ കളിയുമില്ല, ഗെയിമും ഇല്ല, ഒന്നുമില്ല. ഇവരും കളിക്കുന്നില്ല, ബാക്കിയുള്ളവരെ കളിക്കാനും വിടുന്നില്ല. അപ്പോൾ കണ്ടറിയാം. എന്തായാലും അപ്സരയും ഋഷി ഔട്ടാവുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ അവർ ഔട്ടാവേണ്ടവരല്ല. ഈ സമയത്ത് അവർ അടുത്ത ആഴ്ച പോലും പിന്നെ ഇതാണെന്ന് വെക്കാം, പക്ഷേ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഈ ആഴ്ച പോണത് അതിനെക്കാട്ടിയും പുറത്ത് പോകാനുള്ള ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അതാണ് എനിക്ക് വിഷമം. മനസ്സിലായോ? പുറത്ത് ഡിസർവിംഗ് ആയിട്ട് അവിടെ ഉണ്ട് ആൾക്കാർ ഔട്ടാവാനുള്ള. പോട്ടെ, എന്ത് ചെയ്യാനാണ്? ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ 12 പേരിൽ നിന്ന് കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കും. നിങ്ങൾ പറയുക എന്താ ചെയ്യേണ്ടത്, എന്താ നടക്കാൻ പോണത്? ലാലേട്ടൻ പലതും ചോദിക്കുമോ ഇന്നെങ്കിലും? നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.